കരയാൻ തോന്നുമ്പോൾ, കരയുന്ന ആണുങ്ങൾ എന്ത് ചെയ്യണമെന്ന് തോന്നുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മാക്സിമം പ്രോത്സാഹിപ്പിക്കണം, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. കരയടാ, അതിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ കരയടാ എന്ന് പറയും. മനുഷ്യർ കരഞ്ഞ സന്ദർഭങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്നുൾപ്പെടെ ഓർത്തെടുക്കാൻ ഇവർക്കാവുന്നുണ്ടോ? ഈ കരച്ചിലിനെ, പുരുഷൻ്റെ കരച്ചിലിനെ ഇവരെങ്ങനെയാണ് കാണുന്നതെന്നുള്ള ചോദ്യവുമായി ആദ്യം ഇർഷാദ് അലിയിലേക്ക് പോകുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്ത് വായിച്ചൊരു കവിതയിലൊരു വരികൾ ഇങ്ങനെയാണ്, ആതിരയാറിൻ്റെയാണ്. ഒന്ന് സ്നേഹത്തോടെ വാത്സല്യത്തോടെ നോക്കിയാൽ പെയ്തുപോയേക്കാവുന്ന കാർമേഘങ്ങളെ കൊണ്ട് നടക്കുന്നവരാണ് മനുഷ്യരെന്ന് പറയും. ഒന്ന് സ്നേഹത്തോടെ വാത്സല്യത്തോടെ നോക്കിയാൽ പെയ്തുപോയേക്കാവുന്ന കാർമേഘങ്ങളെ കൊണ്ട് നടക്കുന്നവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അത് ആ കവിത കുറേ നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പം ഈ ആണുങ്ങളുടെ കരച്ചിലെന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ടി വി രാജേഷ് എന്ന് പറയുന്ന MLA 2011 തോന്നുന്നു, നിയമസഭയ്ക്ക് മുമ്പിൽ അദ്ദേഹം വാച്ചൻ വാർഡിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് PC ജോർജ് ആരൊക്കെ ആരോപണം ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് പത്രക്കാരോട് വന്നിട്ട് ഇയാൾ പൊട്ടിക്കരഞ്ഞൊരു രംഗമുണ്ട്. അത് വല്ലാതൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു എന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് ശശീന്ദ്രൻ എന്ന് പറയുന്ന MLA പിടിച്ചുകൊണ്ടായി, നമ്മൾ പൊതുപ്രവർത്തകരല്ലേ, കരയാൻ പാടുണ്ടോ, വായോ എന്ന് പറഞ്ഞിട്ടാണ് പത്രക്കാരെടുത്ത് മാറ്റിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം പൊതുപ്രവർത്തകരായ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് വളരെ തെറ്റായി പോയിരുന്നു എന്നൊക്കെ പറഞ്ഞ് രാജേഷ് ഒരു പ്രസ്താവനയും ഇറക്കി. ആ പ്രസ്താവനയുടെ ആവശ്യമുണ്ടായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. കാരണം കരയാൻ തോന്നുമ്പോൾ, കരയുന്ന ആണുങ്ങൾ എന്ത് ചെയ്യണമെന്ന് തോന്നുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മാക്സിമം പ്രോത്സാഹിപ്പിക്കണം, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. കരയടാ, അതിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ കരയടാ എന്ന് പറയും. നമ്മൾ പലരും പറയാറുണ്ട്, ആണുങ്ങൾ കരയുന്നത് കാണുമ്പോൾ ആണുങ്ങൾക്ക് ഭയങ്കര ഭയപ്പാടുണ്ടാവാറുണ്ട്. ആ സമയത്ത് നമ്മളോടൊപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഒരു ഗവി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഷൂട്ട്. വളരെ കുറച്ച് ക്രൂവൊക്കെ ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സംഘർഷം എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് കരയാൻ വന്നു. സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാണുങ്ങളും എന്നെ ചേർത്ത് പിടിച്ചില്ല. കൂടെ ഉണ്ടായിരുന്നൊരു നടി വന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് പോട്ടെ സാറില്ല. അപ്പോൾ കരയുക, നമ്മൾ ചെറുപ്പത്തിൽ എന്താ വെച്ചാലും അയ്യേ നീ കരയാൻ പാടില്ല, ആൺകുട്ടികൾ കരയാൻ പാടില്ല. ആക്ച്വലി കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വളർത്തുന്നത്. ഈ പാലെന്ന് പറയുന്നത് പാല് കിട്ടുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പാലിന് വേണ്ടി കരയുന്നത് വെച്ചാൽ ആ പാല് കുടിക്കുമ്പോഴുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ നമ്മൾ കരയാൻ പാടില്ല. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ നമ്മളൊരു സങ്കടം വരുമ്പോൾ പെയ്തൊഴിയാനോ ഒന്നും കരയാനോ സമൂഹം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വേറൊരു കരച്ചിൽ കാണുന്നത് ഭയങ്കര ആഘോഷിക്കപ്പെട്ട കരച്ചിലാണ്, ധ്യാൻ ശ്രീനിവാസൻ്റെ കരച്ചിൽ. മുഖ്യമന്ത്രി വന്നിട്ട് പോലും ബഹുമാനിച്ചില്ല. അദ്ദേഹം കരയട്ടെ. കരയാൻ എന്താണ് മടി? നമ്മൾ സിനിമയിൽ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു പുരുഷൻ്റെ സീൻ, കരയണ സീൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആളുകളുടെ കൂട്ടത്തിലല്ല വെച്ചിട്ടല്ല അപ്പോഴത്തേനും ക്യാമറ ബാത്റൂമിലേക്ക് കൊണ്ടുപോകും, പൈപ്പ് തുറന്നിടും, അവിടുന്ന് പൊട്ടിക്കരയുന്ന ആണുങ്ങൾ നമ്മൾ പലപ്പോഴും സിനിമയിൽ പോലും അങ്ങനെ ആൾക്കൂട്ടത്തിൽ കരയുന്നത് കാണാറില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കരയാൻ തോന്നുമ്പോൾ എല്ലാ ഫീലിങ്സും പോലെ തന്നെയുള്ള, വിശപ്പ് പോലെ തന്നെ, പ്രണയം പോലെ തന്നെ, കാമം പോലെ തന്നെയുള്ള എല്ലാ ഫീലിങ്സും പോലുള്ളൊരു ഫീലിങ്സാണ് കരച്ചിൽ എന്നുള്ളത്. അത് കരയാൻ തോന്നുമ്പോൾ ഞാൻ കരയാറുണ്ട്. പേഴ്സണലി ഞാൻ ചെറുപ്പത്തിൽ നന്നായി കരഞ്ഞായിരുന്നു കേട്ടോ. അത് പറയണം. ഞാനൊക്കെ ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ തൊട്ടടുത്താണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ പപ്പടം എൻ്റെ വലിയ വീക്ക്നെസ്സാണ്. പപ്പടമില്ലെങ്കിൽ ഞാൻ കരയും. അപ്പോൾ ഞാൻ കരയാന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഉമ്മ വന്നിട്ട് പറയും മോനെ ഒന്ന് പപ്പടം. ഞാൻ കരയുന്ന വേറെ ഒരു കാര്യത്തിനല്ലാതെ ഉമ്മയ്ക്ക് അറിയാം. മോനെ പപ്പടം ഒന്നുമില്ലടാ പ്ലീസ്, നീ ഇന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ അന്ന് കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നു. വീട്ടുകാരൊക്കെ കൂടി എന്നെ കളിയാക്കും. ഞാൻ കരയണ കണ്ടു കഴിഞ്ഞാൽ മിഴിയോരം നനഞ്ഞൊഴുകി എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടും. കുറേ കഴിഞ്ഞപ്പോൾ ഈ പാട്ട് ഞാൻ ചുമ്മാ അങ്ങനെ നടന്നു പോകുമ്പോൾ
ആ പാട്ട് കേട്ടാൽ കരയുന്ന ഒരാളാണ് ഞാൻ. മിഴിയോരം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ കരയും. അങ്ങനെ ഇപ്പോഴും എനിക്ക് കരയാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കരഞ്ഞിട്ടുണ്ട്. കരയേണ്ടത് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടില്ല. എപ്പോഴും കരയുന്ന ആണുങ്ങൾ കരയാനുള്ള അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കണം. ഇപ്പോൾ അബ്രഹാം ലിങ്കൻ്റെ വളരെ പ്രശസ്തമായൊരു വാക്കുണ്ട്. അബ്രഹാം ലിങ്കൻ്റെ പ്രശസ്തമായ വാക്ക് ഇങ്ങനെയാണത്: എൻ്റെ മകനെ പഠിപ്പിക്കണം എന്നാണ് ടീച്ചർക്ക് കത്ത് എഴുതിയത്. കരയിക്കാനുള്ള കരുത്തുണ്ടാകുന്ന മനുഷ്യനെ, കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള ഒരു കഴിവ് എൻ്റെ മകനുണ്ടാവണം എന്ന് പറയുന്നതാണ്. ചാർലി ചാപ്ലിൻ പറയുന്നത് അവിടെ വേറൊരു സാധനമുണ്ട്. ചാർലി ചാപ്ലിൻ പറയുന്നത് വെച്ചാൽ എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം എന്ന് പറയും. ഞാൻ കരയുന്നത് ബാക്കി ആരും കാണുന്നത്. അപ്പോൾ കരയുന്നത് കാണുന്നത് എന്തോ പ്രശ്നമുള്ളത് പോലെ, ആണുങ്ങൾ കരയുന്നത് എന്തോ പ്രശ്നമുണ്ട് എന്ന് പണ്ട് എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുള്ള പോലെയാണ്. അല്ലെങ്കിൽ അങ്ങനെ ലിഖിതമായ നിയമമൊന്നുമല്ല, പക്ഷെ എവിടെയൊക്കെ ഉണ്ട് സാധനം. അപ്പോൾ അതുകൊണ്ട് കരയാൻ തോന്നുമ്പോൾ ആണുങ്ങൾ കരയട്ടെ എന്ന് തന്നെയാണ് എൻ്റെ വാദം.